അങ്ങനെ നമ്മൾ ദൗണ്ട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7ൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ മുംബൈ ഛത്രപതി ശിവാജി ടെർമിനസിൽ നിന്നും KSR ബംഗളൂരുവിലേക്ക് ഉദ്യാൻ എക്സ്പ്രസ്സിലുള്ള യാത്രയിലാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മുംബൈ CSTയിൽ നിന്ന് ദൗണ്ട് വരെയുള്ള യാത്രയാണ് കണ്ടത്. സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ദൗണ്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ദൗണ്ട് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ബാക്കി യാത്രയിലേക്ക് ഇറക്കാം. ഈ കാണുന്ന ഗേറ്റും അതിനകത്ത് പോകുന്ന ലൈനുമാണെന്ന് തോന്നുന്നു ഇലക്ട്രിക്കൽ കോച്ചേട്ടിൻ്റെ. കണ്ടിട്ട് അതുപോലെ ഉണ്ട്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ദൗണ്ടിൻ്റെ പുതിയ ഇലക്ട്രിക് കോച്ചേട്ട്. ഇങ്ങോട്ട് ലോക്കോസ് അലോട്ട്മെൻ്റ് ആയിട്ടുണ്ട്, ഇതാ കിടക്കുന്നുണ്ട്. പക്ഷേ ഷെഡ് ഫുള്ളി ഫങ്ഷൻ ആയിട്ടില്ല എൻ്റെ അറിവിൽ. ദൗണ്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ ഉണ്ട് ലോക്കോസിൽ. അതിനകത്തും ലോക്കോ കിടക്കുന്ന കാണാം. ഇവിടെയൊക്കെ ലോക്കോ കിടക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് ഫുള്ളി ഫങ്ഷനിലായിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ദൗണ്ടിൽ നിന്ന് ഇറങ്ങി സ്പീഡ് പിടിക്കുന്നു. നമ്മുടെ പെയറിംഗ് ട്രെയിനെ നമ്മൾ അല്പസമയത്തിനുള്ളിൽ ക്രോസ് ചെയ്യും. അതിന് വേണ്ടിയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. പ്രദേശത്തൊക്കെ ഒരുപാട് കരിമ്പ് കൃഷിയുണ്ട്. ഈ ഒരു പ്രദേശം, അതായത് ദൗണ്ട്, ബാരാമതി, പൂനെ, ഈ ഒരു പ്രദേശത്ത് ഒരുപാട് കരിമ്പ് കൃഷിയും അതുകൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ മിൽസും ഉണ്ടാവും. ഈ ഷുഗർ മിൽസിലുകൊണ്ട് ഈ കരിമ്പ് മൊളാസിൽ നിന്ന് പ്രൊഡ്യൂസ് ആൽക്കഹോളും ഒരു മെയിൻ പ്രൊഡ്യൂസാണ്. പിന്നെ അപ്പുറത്തേക്ക് കാണുന്നത് ഷുഗർ ഫാക്ടറിയാണെന്ന് തോന്നുന്നു. കണ്ട് അപ്പുറത്തെ ബോക്കോളിൽ കാണുന്നത്. ഇതൊരു ഷുഗർ ഫാക്ടറിയാണ്. എന്തൊരു കരിമ്പ് ഉണ്ടോയെന്ന് കാണാം. നല്ല മണമുണ്ട് ഇവിടെ.
നിന്ന് റെയിൽവേ ലൈൻ വരുന്ന കാണുന്നത് ഇത് പണ്ഡർപൂരിൽ വരുന്ന റെയിൽവേ ലൈനാണ്. പണ്ഡർപൂർ അങ്ങനെ സാംഗ്ലിയിലോട്ട് പോകുന്ന റെയിൽവേ ലൈനാണ്. സാംഗ്ലി അല്ല, മീറജിലേക്ക്, സോറി. ഇരുപത് km/h ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഫ്രണ്ടിൽ. ഇവിടെ എന്തോ അണ്ടർപാസ് പണിയാണ് അവർ. അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ടുള്ള സ്പീഡ് റെസ്ട്രിക്ഷനാണ്. അവിടെ ഒരു ട്രാക്കിൻ്റെ അടിയിലത്തെ മണ്ണിളക്കി കളഞ്ഞിട്ട് ഇവിടെ ടെമ്പററി ഗാർഡേഴ്സ് എത്തിക്കുകയാണ്. ഒരു അടിപൊളി പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് അവിടെ വരുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വൽസാഡിൻ്റെ ഒരു വാഗൺ 9-ഉം ഒരു ട്വിൻ WDG4 ഹുബ്ലിയുടെ ഓൾഡ് ഫ്രൈറ്റ് BTP ടാങ്കറിലേക്ക് കാണാം. സ്റ്റേഷൻ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പുതിയ ബിൽഡിങ്. അത് പെട്രോളിയം ടാങ്കറല്ല, മൊളാസസ് കൊണ്ടുവന്ന ടാങ്കറാണ്, BTP തന്നെ. സമയം 2:45. നമ്മൾ ജസ്റ്റ് കൊടുവാടിയിലെത്തിയിരിക്കുന്നു. ഇവിടെ ബോർഡുണ്ട്, ലൈറ്റ് ഹിയർ ഫോർ പണ്ഡർപൂർ ലാത്തൂർ പണ്ഡർപൂരിലേക്ക് പോകാനുള്ള ഷോർട്ടസ്റ്റ് റെയിൽവേ റൂട്ട് ഇവിടുന്നാണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ടറായിട്ടില്ല, എന്തായാലും അപ്പോൾ നമ്മളിവിടെ കിടക്കും, കുറച്ച് നേരം നിന്നിട്ടേ പോകുള്ളൂ. നമ്മൾ പുറപ്പെടുക, നമ്മൾ സ്റ്റാർട്ടറായി. മഞ്ഞ കാണാം. തണുപ്പ് കാലമാണെങ്കിലും വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. ആ സൈഡിൽ വെയിലത്തേക്കുമ്പോൾ നല്ല ചൂട്, നല്ലോണം ക്ഷീണമായി കഴിഞ്ഞു ഇത്ര നേരം വെയിലത്ത് നിന്നപ്പോൾ തന്നെ. പറയുമ്പോൾ ഇന്ന് ഒരുപാട് നേരമൊന്നും പുറത്ത് നിന്നിട്ടില്ല. എന്നിട്ടും ഈ കുരുടുവാടി സോലാപൂർ സെക്ഷൻ പണ്ടൊക്കെ പോലീസുകാർ വന്ന് നിർബന്ധമായിട്ടും രാത്രിയിൽ, പകലല്ല രാത്രിയിൽ നിർബന്ധമായിട്ട് വാതിൽ ജനലൊക്കെ അടപ്പിക്കുമായിരുന്നു. വണ്ടി സോലാപൂരിൽ നിന്ന് വിടുമ്പോൾ തന്നെ നമ്മളൊക്കെ വന്നിട്ട് എല്ലാ ജനലും ഷട്ടർ ഇടാൻ പറയുമായിരുന്നു. ഗ്ലാസ് അല്ല, ഷട്ടർ ഇടാൻ പറയുമായിരുന്നു. കാര്യം ട്രെയിനിലേക്ക് കല്ലെറിയലും അതുപോലെ മോഷണവും ഭയങ്കരമായിട്ടുണ്ട്. ട്രെയിൻ അൺഷെഡ്യൂൾഡായിട്ട് ക്രോസിങ്ങിനൊക്കെ നിർത്തുന്ന സമയത്ത് മോഷണം അവിടെ പതിവായിരുന്നു. അതുകൊണ്ട് ഡോറൊക്കെ കമ്പൽസറിയായിട്ട് പൂട്ടി അകത്തുനിന്ന് ലോക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു പോലീസുകാർ വന്ന്. വണ്ടിയിൽ ഇങ്ങനെ പോലീസുകാർ റോന്തുത്തലും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴും അങ്ങനെയാണോ അവസ്ഥ എന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് സോലാപൂരിന് ടുവേർഡ്സ് കുടുവാടി വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ലൈൻ വഴി ഇങ്ങനത്തെ ഒരു സമയത്ത് പോയിട്ട് ഒരുപാട് കാലമായി. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ലൈനാണ് ലാത്തൂരിലേക്ക് പോകുന്ന ലൈന്. ഈ ലൈൻ ഇവിടുന്ന് ഇതൊരു പഴയ മീറ്റർ ഗേജ് ലൈനാണ്. ഇത് ഇവിടുന്ന്
നേരെ ലാത്തൂരിലേക്ക് പോകും. ഒരു മീറ്റർ ഗേജ് സ്റ്റേഷൻ കുടുവാടി സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. പഴയൊരു മീറ്റർ ഗേജ് അല്ല, സോറി, നാരോ ഗേജ്. അത് ഞാൻ മിസ് ചെയ്തു തോന്നുന്നു. എനിക്കൊന്ന് സ്റ്റേഷൻ വിട്ടുടനെ അവിടെ ഫ്രൈറ്റ് നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാൻ ഞാൻ തോന്നുന്നു. അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു പഴയത്, നാരോ ഗേജിൻ്റെ. കൊടുവാടി ബാർഷി ലൈറ്റ് റെയിൽവേ എന്നായിരുന്നു ഇതിൻ്റെ പേര്. അതിപ്പോൾ കൺവേർട്ട് ചെയ്ത് ബ്രോഡ് ഗേജ് ആക്കി ഇലക്ട്രിഫൈ ചെയ്താണ്. ഇതാണ് പോകുന്ന കൊടുവാടി ലാത്തൂർ ലൈനും. ഈ ലൈൻ വഴിയൊക്കെ ഒരു എക്സ്പ്ലോറേഷൻ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ പ്രശ്നം എത്രത്തോളം വ്യൂവർഷിപ്പ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ യുണീക്കായിട്ടുള്ള സെക്ഷൻസിൻ്റെയൊക്കെ വീഡിയോസ് കവർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ 1000 വ്യൂ 2000 വ്യൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേ നമുക്കതൊരു ഭയങ്കര എന്താ പറയുക, മെൻ്റലി ഡീമോറലൈസിങ് ആണ്. ഇനി ഇങ്ങനത്തൊന്നും ചെയ്യേണ്ട, വെറുതെ എന്തിനാ എന്ന് നമ്മൾ വിചാരിച്ചു. അതൊരു വലിയൊരു പ്രശ്നമാണ് വ്യൂവർഷിപ്പ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ പോകുന്ന ബാർഷി ലൈന്. സോളാപൂരോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് നേരം ഡോറിൽ വന്നിരുന്നില്ല, കാരണം നല്ല വെയിലായിരുന്നു. ഇടയ്ക്ക് നമുക്ക് ക്രോസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ബർത്തിൽ നിറഞ്ഞ് നമ്മുടെ കോച്ചിൽ നിന്ന് ഉള്ളിൽ കൂടെ തന്നെ അടുത്ത കോച്ചിലേക്ക് വീട്ടൂരേക്ക് പോകാൻ വെച്ചിരിക്കുക. അതാകുമ്പോൾ സ്റ്റേഷനിൽ ഇത്തിരി ഓടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ നടന്ന് ഉള്ളിൽ കൂടെ നടന്ന് എൻ്റെ അടുത്ത കോച്ചായ B2 എത്തിയിരിക്കുക. അകത്തോട്ട് കയറിയില്ല, വാതിൽക്ക് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ സോളാപൂരിൽ തന്നെ ഇനി 2-3 കിലോമീറ്റർ കൂടെ ബാക്കിയുള്ളൂ എന്നാണ് വേരസ്മൈ ട്രെയിൻ പറയുന്നത്. അപ്പോൾ സോളാപൂരിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറാമെന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ട് എല്ലാ കോച്ചിൽ നിന്ന്. ഞാനിപ്പോൾ M1 മുതൽ B2 വരെ നടന്ന വഴിയിൽ ഒരുവിധം H1 ഒഴികെ, AC ഫസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ കോച്ചിൽ നിന്നും ഇറങ്ങാൻ ആൾക്കാർ റെഡിയാവുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ ട്രെയിനിൽ നല്ലൊരു ശതമാനം തിരക്കും ബോംബെയിൽ നിന്ന് സോളാപൂർ വരെയാണ്. സോളാപൂരിൽ പിന്നെ ബാംഗ്ലൂർക്ക് വണ്ടി വീണ്ടും നിറയാണ് ചെയ്യുന്നത്. ത്രൂ ടിക്കറ്റുകൾ ഞാൻ കണ്ടിടത്തോളം വെച്ച് കുറവാണെന്ന് തോന്നുന്നു. കുറവാണെന്ന് ഞാൻ പറയുന്നില്ല, തോന്നുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് സോളാപൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. ഈ ട്രെയിനിൻ്റെ ഹോം ബേസാണ് സോളാപൂർ ജംഗ്ഷൻ. ഇതിപ്പോൾ ഉപയോഗിക്കുന്ന സോളാപൂർ ഡിവിഷൻ്റെ റേക്കാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. WDP 440055 ഒരു LHB റേക്ക് ട്രെയിനാണ് ബാക്കിൽ. ഹുബ്ലിയുടെ ലോക്കോ ആണ്. സോളാപൂർ ഹാസൻ എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്, MT റേക്കാണ്. ഇപ്പോൾ മെയിൻ്റനൻസ് യാർഡിന് ഷണ്ടിങ് ആണ്. ഇപ്പോൾ ഫുൾ റേക്കില്ല, പകുതിയേ ഉള്ളൂ. ഷണ്ടിങ് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലാണ് തോന്നുന്നു പ്ലാറ്റ്ഫോം. സമയം ഇപ്പോൾ 4:01. നമ്മൾ ഇവിടെ എത്തി, സോളാപൂരിലെത്തി. ഞാനിപ്പോൾ ജസ്റ്റ് കോച്ച് മാറി എൻ്റെ അടുത്ത കോച്ചായ B2ലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. B2 എന്ന് പറയുന്നത് 223325. ഇത് ഏതാ ബോഡി ബിൽഡറെന്ന് എനിക്ക് മനസ്സിലായില്ല, നോക്കാൻ പറ്റിയില്ല. ബിൽഡർ സ്പ്ലിറ്റ് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലോട്ട് മാറി. കണ്ടിട്ട് ICF പോലെ തന്നെ ഉണ്ട്, കാര്യം പെയിൻറ്റഡ് ആണ് കോച്ച്. ഇതല്ല, ഇവിടുന്ന് നല്ലോണം തിരക്ക് കയറും. അതായത് ബോംബെയിൽ നിന്ന് കയറിയ തിരക്കിൽ നല്ലൊരു ശതമാനം, സ്ലീപ്പറിലായാലും ഓർഡിനറി മറ്റേ കോച്ചുകളിലായാലും എല്ലാത്തിലും നല്ലൊരു ശതമാനം തിരക്കും ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് വീണ്ടും വണ്ടി നിറയുകയാണ് ചെയ്യുന്നത്. ഈ വണ്ടിക്ക് പണ്ട് ഈ സോളാപൂർ ഹാസൻ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രെയിനിന് ഉദ്യാൻ എക്സ്പ്രസ്സിന് സോളാപൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ലിപ്പ് കോച്ചസ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ സ്ലിപ്പ് കോച്ചസ് ഒഴിവാക്കിയിട്ടാണ് അവർ സോളാപൂർ ഹാസൻ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു, പച്ചയാണ്. അപ്പോൾ മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. ഉടനെ ഇവിടെ നിന്ന് എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ സോലാപൂരിൽ നിന്ന് പുറപ്പെട്ടു. വിജയപുര രായച്ചൂർ പാസഞ്ചറാണ് ഈ കിടക്കുന്നത്. വാഗനൈൻ 31140 ലോക്കോ. ആ കിടക്കുന്ന ഇന്ത്യ പോസ്റ്റ് പാർസൽ മൊത്തം നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതാണ്. അത്രയും സാധനം ഇറങ്ങിയത് ഇവിടെ. അങ്ങനെ നമ്മൾ ഷോലാപൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റൂട്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇവിടെ ഇത് ലോക്കോ പൈലറ്റും ട്രെയിൻ മാനേജർ റണ്ണിങ് റൂമാണ്. പണ്ട് ഇത് ഡബിൾ ഡെക്കർ എക്സ്പ്രസിൻ്റെ കളറായിരുന്നു ഇതിന്. ഇതിപ്പോൾ മാറ്റി പുതിയ വന്ദേ ഭാരത് ലിവർ ആക്കിയിട്ടുണ്ട് അവർ. അങ്ങനെ സോലാപൂരിൽ നിന്ന് ഇറങ്ങി. ഇവിടെ കുറച്ച് കോച്ചുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവം എന്നറിയില്ല. ഇവിടെ കോച്ചിങ് ഡിപ്പോൻ്റെ പാർട്ടാണോ എന്നറിയില്ല. ഇതൊരു ട്രാക്ക് മെഷീൻ ഡിപ്പോയാണ്. ഇനി കോച്ച് ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് പുറത്തു നിന്ന് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ട്രെയിനിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങാനും ഉണ്ടായിരുന്നു. നമുക്ക് പിന്നീട് ഒരിക്കൽ വേറെ ഏതെങ്കിലും ട്രെയിനിൽ ഒരു പ്രാവശ്യം കൂടി ഇതുവഴി വരണം. അപ്പോൾ നമുക്ക് കവർ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. ഈ മുകളിലെ റൂഫിന് വെള്ള കളർ വരുന്നത് RCF ബിൽട്ടാണ്. അത് റൂഫിന് വെള്ള കളർ കണ്ട് ഉറപ്പിച്ചത് RCF ബിൽട്ടാണ്. ICFും അതുപോലെ MCF ഒന്നും വെള്ള പെയിൻ്റ് അടിക്കില്ല. RCF അവർ മൊത്തത്തിൽ വെള്ളം അടിക്കും. അതെനിക്കൊന്ന് അവർ ബേസ് കോട്ട് പ്രൈമറാണെന്ന് തോന്നുന്നത്. നമ്മളങ്ങനെ സോലാപൂർ ഇവിടെ ശാന്തമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഹോട്ട്കി ജംഗ്ഷൻ എത്താറേ. ഹോട്ട്കി ജംഗ്ഷനിൽ നമ്മൾ ഹോട്ട്കി ജംഗ്ഷൻ എന്ന് പറയുന്നത് അവിടുന്ന് ബിജാപൂരിലേക്ക് ഒരു ലൈൻ തിരിഞ്ഞു പോകും. അവിടെയാണ് ജംഗ്ഷൻ ആയത്. നമ്മൾ ജസ്റ്റ് ഹോട്ട്കി ജംഗ്ഷനിലോട്ട് എത്തുന്നു. നമ്മൾ അപ്പ് ലൈനിലോട്ട് കയറേണ്ട ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി വല്ല മെയിൻ ലൈനിൽ ഫ്ലൈറ്റിലാണ് കിടപ്പുണ്ടാവുമായിരിക്കും. അതെ, അപ്പുറത്തെ ലൈനിൽ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. 60093 ബാക്ക് ടു LB കിടക്കുന്നു. അതിനപ്പുറത്തൊരു G9 ഹോൾഡ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് മെയിൻ ലൈനിലൊരു ഫ്ലൈറ്റും ലൂപ്പ് ലൈനിൽ വേറൊരു ലോക്കവും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് മെയിൻ ലൈനിൽ ലൂപ്പ് ലൈൻ ഫ്രീ അല്ലാത്തതുകൊണ്ട് അവന്മാർ ഇപ്പുറത്തെ ലൈറ്റും കൂടെ നമ്മൾ കയറ്റം കിട്ടും. ഹോട്ട്കി ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലോട്ട് ബിജാപൂരിലേക്കുള്ള റെയിൽവേ ലൈനുകൾ പോകും. നമ്മൾ അതുവഴി ഒരു യാത്ര നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ട്രെയിൻ ഡൈവേർട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് വഴി കടത്തി വിട്ടായിരുന്നു. നമുക്ക് ആ റൂട്ട് വഴി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. ആ റൂട്ട് വഴിയുള്ളൊരു യാത്ര ഇനിയും പെൻഡിങ് ആണ്. നമുക്ക് ഹോപ്പ്ഫുള്ളി ഇനി ഒരിക്കലും അവസരം ഉണ്ടാവും അതിന്. അവിടെ 2 ICF കോച്ചുകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക്. അതിന് ഇൻറ്റീരിയേഴ്സൊക്കെ പൊളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് ബാക്കിയൊക്കെ പൊളിച്ചെടുക്കാൻ ബാക്കിയുള്ളൂ. കണ്ടംഡ് കോച്ചസാണ്. അപ്പുറത്ത് കുറേ ബോഗീസൊക്കെ കിടക്കുന്നതാണ്. ബോഗീസൊക്കെ അപ്പുറത്ത് കിടക്കുന്നതാണ്. അത് പൊളിച്ചതിൻ്റെ ബാലൻസാണ്. അപ്പോൾ ഈ വളഞ്ഞു പോകുന്ന ലൈൻ നേരെ ബിജാപൂരിലേക്ക് പോകുന്ന ലൈനാണ്. ഈ റൂട്ടിലൊരു യാത്ര ഉറപ്പായിട്ട് നമ്മൾ ആദ്യം താമസിച്ചാൽ പ്ലാൻ ചെയ്യും.
നമ്മൾ ആക്ച്വലി പ്ലാറ്റ്ഫോം 7 ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ, ദക്ഷിണേന്ത്യ എന്ന് പറയുന്നില്ല, തമിഴ്നാട്ടിലും കേരളത്തിലും നമുക്ക് ഒരുവിധം കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലാകെ രാമേശ്വരത്തെ പുതിയ പാലം, പാമ്പൻ ബ്രിഡ്ജ് പുതിയ തുറന്നു കഴിഞ്ഞാൽ അതുവഴി ഒരു യാത്രയും, അതുപോലെ പേരളം കാരേക്കാൽ റെയിൽവേ ലൈൻ വരുന്നുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ അതുവഴി ഒരു യാത്രയും. അത്രയും ഇനി നമുക്ക് തമിഴ്നാട് കേരള ഭാഗത്ത് നമുക്ക് ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കി മിക്കവാറൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ നമുക്ക് കർണാടകയിലും ആന്ധ്രയിലും അതുപോലെ നോർത്തിലോട്ടൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് തന്നെ ആവശ്യമാണ്. നമ്മൾ നോർത്തിൽ നിന്ന് ഇതിനു മുമ്പ് ചെയ്ത കുറച്ച് വീഡിയോസിലൊക്കെ സപ്പോർട്ട് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ കൂട്ടിക്കെട്ടുന്നതായിരിക്കും. ദയവായി സപ്പോർട്ട് ചെയ്യുക. കാര്യം ഇതൊരു ഇൻകത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. ഓക്കെ, ഇത് ബിജാപ്പൂർ ലൈനിൽ നിന്ന് ഇപ്പുറത്തെ ലൈനോട് വരുന്നൊരു ബൈപ്പാസ് ലൈനാണിത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നൊരു ഇൻകത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, അതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അത്രയും മോശം റെസ്പോൺസ് കാണുമ്പോൾ നമുക്കുള്ള പാഷനിലും കൂടി അങ്ങ് ഇല്ലാണ്ടാവും. എന്താ പറയുക, വെള്ളം ഒരുമിച്ച് പോലെ ആവുന്നുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 2025 ഒരുപാട് പ്ലാനുകളുണ്ട്, ഒരുപാട് റൂട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാനുണ്ട്. നമുക്ക് നടക്കുന്ന പോലെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അക്കൽക്കോട്ട് റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ പിടിച്ചത് ബേസിക്കലി അപ്പുറത്ത് നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പുറത്തെ കോച്ച് ഇഷ്ടംപോലെ സെക്ഷണൽ ടിക്കറ്റ് കയറുക, ക്രൗഡ് വരുന്നത്. ഇത് നോക്കുമ്പോൾ ഇവിടെ ശാന്തം. ഇതൊക്കെ ഇനി വഴിയിൽ നിന്ന് ആൾക്കാർ കയറും, വണ്ടി ഇങ്ങനെ പോവില്ല, വഴിയിൽ നിന്ന് ആൾക്കാർ കയറും. പക്ഷേ ഇപ്പം നിലവിൽ വലിയ തിരക്കൊന്നുമില്ല വണ്ടിക്കകത്ത്. ജസ്റ്റ് അക്കൽക്കോട്ട് റോഡ് സ്റ്റേഷനിലോട്ട് നിർത്തുന്നു. ഒരുപാട് പേര് ഇവിടെ ഉണ്ടാകുന്ന, ഈ സീറ്റിലുണ്ടാകുന്ന ബാക്കി 5 പേര് ഇവിടെ ഇറങ്ങാനുള്ളവർ. അപ്പോൾ അവരെല്ലാം കൂടി ഡോറിലോട്ട് ഒരു ക്രൗഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഡോറിലോട്ട് പോകുന്നത്. നമുക്ക് പുറപ്പെടാൻ നേരം ഡോറിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാം. ജസ്റ്റ് എത്തി. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങാണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ആൾക്കാർ ഇവിടെ ഇറങ്ങാണ്ടെന്ന്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. ബോംബെ നിന്ന് വരെ മിക്കവാറും എല്ലാം ബോംബെ നിന്ന് വരെ ആൾക്കാരാണ് തോന്നുന്നു. വന്നിട്ട് സോലാപൂർ അക്കൽക്കോട്ട് റോഡിട്ട് വണ്ടി കാലിയായി. വീണ്ടും കൽബുർഗി മുതൽ വണ്ടി ഫുള്ളായി തുടങ്ങും. കൽബുർഗി വാടിയിൽ നിന്നൊക്കെ വണ്ടി വീണ്ടും ഫുള്ളാവും. ആൾക്കാർക്ക് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ. നമ്മൾ ജസ്റ്റ് അക്കൽക്കോട്ട് റോഡിൽ നിന്ന് വിടുന്നു. നമുക്കിനി ഒരു ഉടനെ 2 ക്രോസിംഗ് ഉണ്ട്. അപ്പം ഇനി അപ്പുറത്തെ സൈഡിലോട്ട് നിന്നത് പിടിക്കും. നമ്മൾ ടിക്ക് ഡോറ് തുറന്നു നോക്കിയിട്ട് അത്ര ഇഷ്ടമല്ല. ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡോറടക്കി എന്ന് പറഞ്ഞിട്ട് വന്നു. നമ്മൾ ഡോറടയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളി വീണ്ടും വരുമ്പോൾ നമ്മൾ വീണ്ടും ഡോറ് വന്നിരിക്കുകയായിരിക്കും. ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു, പക്ഷെ എന്തോ ഒരു ആളിറങ്ങിയത് ഈ വണ്ടിയിൽ നിന്ന്. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു. ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് തിരിച്ചു കയറുന്നു. ഇപ്പോൾ 130 km/h ടെറിട്ടറി. ഇവിടെ ഫെൻസ് ഉയരുന്ന കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി 130 km/h ടെറിട്ടറിയാണ്. ഇവിടെ ഫെൻസ് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ഫെൻസിങ് നേരത്തെ 130 km/h ടെറിട്ടറി ആയതാണ്. ഈ റൂട്ടിലൊരു ശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്, ഒരു പൂനെ സെക്കന്ദരാബാദ് ശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്. അത് അടിപ്പം പോക്ക പോകുന്ന വണ്ടി. നമ്മളൊരിക്കൽ പണ്ട്, നമ്മളെന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി, ഈ വ്ളോഗൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ്, എൻ്റെ ബ്ലോഗിൻ്റെ കാലത്താണ്. അന്ന് ഞാനൊരിക്കൽ സെക്കന്ദരാബാദ് പൂനെ ശതാബ്ദിക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്കൊന്ന് 2019 മറ്റായിരുന്നു, കോവിഡിന് മുമ്പ്. സൂപ്പർ വണ്ടിയാണത്. പൂനെ കന്യാകുമാരി ജയന്തി ജനത എക്സ്പ്രസ് ആയിരുന്നു അത്. ഇത് 130 km/h ടെറിട്ടറി അല്ല കേട്ടോ. കാരണം 130 നമ്മൾ പിടിക്കുന്നില്ല. നമ്മൾ
ഗനക വളരെ താമസിപ്പില്ല പോകുന്നത്. 130 km ആണെങ്കിൽ ഇതിനുള്ളിൽ 130 km അടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ കോച്ചിന് ഫ്ലാറ്റ് വീൽ ഇല്ല. എന്തൊരു സമാധാനം. മറ്റിങ്ങനെ കട്ട 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 കട മനുഷ്യന്മാർ തലവേദന എടുക്കുമായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഫ്ലാറ്റ് വീൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ട്രാക്കിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ദുധനി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. പുറപ്പെടാറായി എന്ന് തോന്നുന്നു. സ്റ്റാർട്ടറായിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ടറായി. പുറപ്പെടുകയായി. ഈ ട്രെയിനിന് സോലാപൂരിനും ഗുൽബർഗ ഇടയ്ക്ക് 3 സ്റ്റോപ്പുണ്ട്. അക്കൽക്കോട്ട് റോഡ്, ദുധനി, ഇനി അടുത്ത ഗനഗാപൂർ റോഡിലും സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് കലബുർഗിയിലെത്തുന്നത്. ഞാൻ കുറച്ച് നേരം തിരിച്ചകത്ത് പോയിട്ട് ചാർജൊക്കെ ചെയ്യാൻ വെച്ചിരിക്കുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഈ ട്രെയിനിൽ ഇഷ്ടം പോലെ ആൾക്കാർ അൺറിസർവ്ഡ് ടിക്കറ്റ്. ഒരുപാട് റെയിൽവേ സ്റ്റാഫും കയറുന്നുണ്ട്. അവർക്ക് പിന്നെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ടല്ലോ. എല്ലാം AC പോകുള്ളൂ. റെയിൽവേ സ്റ്റാഫ് യാത്ര ചെയ്യുന്നതോട് വിരോധമൊന്നുമില്ല. പക്ഷേ അവരുടെ പെരുമാറ്റം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളാണ് രാജാക്കന്മാർ, നിങ്ങളൊക്കെ ഞങ്ങളുടെ അടിമകൾ എന്നുള്ള ഭാവത്തിലാണ് പല റെയിൽവേ ഉദ്യോഗസ്ഥരും പെരുമാറുന്നത്. യാത്രക്കാർ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ പോകുന്നു എന്നുള്ളത് കൺസിഡർ ചെയ്യാറ് അവർ. വളരെ സങ്കടകരമായൊരവസ്ഥയാണത്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഗനഗാപൂർ റോഡിലേക്ക് എത്തുകയായി. ഇവിടെയൊക്കെ കരിമ്പ് കൃഷിയാണ് കേട്ടോ. ഈ റൂട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കരിമ്പ് കൃഷി കാണാൻ പറ്റും. കരിമ്പ് ഉണ്ടെങ്കിൽ ചോളം പോലത്തെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം കരിമ്പ് പോലെ തന്നെ, പക്ഷെ കരിമ്പല്ല, ഒരു പൂ പോലെയൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ട്. ചോളമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചോളമല്ല, പിന്നെ ജവാറായിരിക്കും. ഇവിടെയൊക്കെ ജവാർ നല്ലോണം കഴിക്കും ആൾക്കാർ. ഇവിടുത്തെ ജോളത റൊട്ടി കർണാടകയിൽ, നോർത്തേൺ കർണാടകയിൽ ഭയങ്കര ഫേമസാണ് ജോളത റൊട്ടി. ജവാറാണിത്. നമ്മളിത് ജസ്റ്റ് ഗനഗാപൂർ റോഡിലോട്ട് കയറുന്നു. നമ്മളങ്ങനെ ഗനഗാപൂർ റോഡ് സ്റ്റേഷനിലേക്ക് എത്തി. ഇത് കർണാടകയിലാണ് ഈ സ്ഥലം. നമ്മൾ മഹാരാഷ്ട്ര, നമ്മൾ കർണാടകയിലോട്ട് കയറിയായിരുന്നു ഇടയ്ക്ക് ഇവിടെ വെച്ച്. അങ്ങനെ
അങ്ങനെ നമ്മൾ ഗനഗാപൂർ റോഡ് സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മുടെ കോച്ച് 223325 B2. നമ്മളിപ്പോൾ എൻജിൻ്റെ വളരെ അടുത്തായി കഴിഞ്ഞു. എൻജിനിൽ നിന്ന് 1 2 3 4 5ാമത്തെ കോച്ചിലാണ് നമ്മളിപ്പോൾ. നമ്മൾ നേരത്തെ ബോംബെയിൽ നിന്ന് കയറുന്ന സമയത്ത് നമ്മൾ ഏകദേശം ബ്രേക്കിൻ്റെ പകുതിക്കായിരുന്നു നമ്മൾ ഫ്രണ്ടിലായി. പുറപ്പെടുകയായി നമ്മൾ. ഇനി അടുത്ത സ്റ്റോപ്പ് കൽബുർഗിയിലാണ്. കൽബുർഗി കഴിഞ്ഞാൽ പിന്നെ വാടി എത്തുമ്പോൾ ഡിന്നർ എന്തെങ്കിലും മേടിക്കാം. കാര്യം വാടി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടാൻ സാധ്യതയുള്ളത് റായ്ചൂരിലാണ്. റായ്ചൂർ എത്തുമ്പോഴെങ്കിൽ കുറച്ച് രാത്രിയാവും. അപ്പോൾ വാടി ഒരു 6 6:30 വാടി എത്തും മിക്കവാറും. അപ്പോൾ അങ്ങനെയാണ് വാടി നമുക്കൊരു കുഞ്ഞു പ്ലേറ്റ് ഇഡ്ഡലിയും കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് ശുഭരാത്രി ആക്കാം. നേരത്തെ ഉറങ്ങുന്നില്ല ഞാൻ. എന്തായാലും റായ്ചൂർ വരെയെങ്കിലും ഞാൻ ഉണർന്നിരിക്കും. ഇനി നമുക്ക് ഗുൽബർഗയിലോട്ടൊരു 1/2 മണിക്കൂറിൻ്റെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് മിക്കവാറും നമ്മൾ ഗുൽബർഗ വിടുമ്പോഴേക്കും തന്നെ ഇരുട്ടും. വാടി കയറുമ്പോഴേക്കും നല്ല രാത്രിയാവും. പിന്നെ രാത്രിയിൽ മാക്സിമം നമ്മൾ നിർത്തുന്ന സ്റ്റേഷൻസ് കാണിച്ചു തരാം. കഴിയുന്നത്ര സ്റ്റേഷൻസ് കാണിച്ചു തരാം. കാര്യം ഗുൽബർഗയിൽ നിന്നൊക്കെ കയറുന്ന ആൾക്കാർ ചിലപ്പോൾ നേരത്തെ കിടന്നു വരും. പിന്നെ നമ്മളും കിടക്കാൻ ഫോഴ്സ്ഡ് ആവും. അതാണൊരു പ്രശ്നം. നമുക്ക് ലോവർ ബർത്ത് ആണെങ്കിൽ ആ പ്രശ്നമില്ല. ലോവർ ബർത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് കയറി കിടക്കാം. മിഡിലാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ അപ്പർ ബർത്തിൽ ഓരോ പ്രാവശ്യം കയറി ഇറങ്ങാൻ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. നമ്മൾ ജസ്റ്റ് ഗുൽബർഗയിലോട്ട് എത്തുന്നു. ഇവിടെ പുതിയ യാർഡ് ഡെവലപ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ലൈൻ ഇട്ടിട്ടുണ്ട്. യാർഡ് എക്സ്പാൻഷൻ ആണെന്ന് തോന്നുന്നു. PVR MRJ KWV എന്നെഴുതിയ റേക്ക്, അതായത് പണ്ഡർപൂർ, മീരജ്, കുർഡുവാടി. പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാന്ന് തോന്നുന്നു. എക്സ്ട്രീം ലെഫ്റ്റിലേക്കുള്ള നിൽക്കുകയായിരുന്നു. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കാലത്ത് കൽബുർഗി എന്ന് പറയുന്നത് സ്ഥിരം വരാറുള്ള സ്ഥലമായിരുന്നു എക്സാമിനേഷൻ ഡ്യൂട്ടീസിന് വേണ്ടി. അപ്പോൾ 5 വർഷമായി. ലാസ്റ്റ് എനിക്ക് 2019 2020 ആദ്യം വേണ്ടി വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പോൾ 4-5 വർഷം വന്നിപ്പോൾ. ലെഫ്റ്റ് സൈഡിലുള്ള ലൈൻ ആക്ച്വലി ബീദറിൽ നിന്ന് വന്ന ലൈനാണ്. അത് എവിടെ നിന്ന് വന്ന് കയറി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതാണ്. അതിന് വേറെ മയിൽക്കുട്ടിയുണ്ട്. 109/9 എന്ന് പറയുന്ന മയിൽക്കുട്ടി അതിൻ്റെയാണ്. ബീദറിൽ നിന്നുള്ള ദൂരമാണത്. ബീദറിൽ നിന്ന് വരുന്ന ലൈനാണത്. ഇടയ്ക്കത്തെ സ്ഥലപ്പേരൊക്കെ മറന്നുപോയി. താജ് സുൽത്താൻപൂർ ഒക്കെ പറഞ്ഞൊരു വഴിയുണ്ട്. ഹുംനാബാദ് വഴിയൊക്കെ വരുന്നത്. നമ്മളിത് ജസ്റ്റ് സ്റ്റേഷനിലോട്ട് കയറുന്നു. അങ്ങ് ദൂരെ ഭാരതത്തിൻ്റെ നാഷണൽ ഫ്ലാഗ് കാണാം, ദേശീയ കൊടി കാണാം. ഹാഫ് മാസ്റ്റിലാണ് പറക്കുന്നത്. അത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചതിൻ്റെ നാഷണൽ മോർണിംഗ് നടക്കുകയാണ്. ഒരാഴ്ചത്തെ ദുഃഖാചരണം. അത് കാരണം അത് ഹാഫ് മാസ്റ്റിലാണ് പറത്തിയിരിക്കുന്നത്.
ഈ കോച്ച് പൊസിഷൻ ബോർഡുകൾ വളരെ അടുത്തടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നെ, തിരക്ക് കണ്ടോ കയറാനുള്ളത്? ഈ തിരക്ക് മൊത്തം ഈ വണ്ടിക്കകത്തോട് കയറാനുള്ളത് കേട്ടോ. കാര്യം ബാംഗ്ലൂരിൽ നാളെ വെളുപ്പിന് എത്താൻ പറ്റുന്നൊരു വണ്ടിയാണിത്. ഇപ്പോൾ കൽബുർഗിയിൽ നിന്ന് അവരുടെ സംസ്ഥാനത്തിൻ്റെ എന്താ പറയുക ക്യാപിറ്റലായ ബാംഗ്ലൂരിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വണ്ടിയാണിത്. ഏറ്റവും പോപ്പുലറായിട്ടുള്ള വണ്ടികളിലൊന്നാണിത്. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ 6 മണിയാകുമ്പോഴേക്കും അവിടെ എത്താം. അപ്പം നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് കൽബുർഗിയിൽ. ആ ജനറൽ കോച്ചിലൂടെ കറണ്ട് ഇടി കണ്ടോ? നല്ല എന്താ പറയുക, 2-3 കോച്ചിനും കൂടി ആളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗുൽബർഗയിൽ നിന്ന് പുറപ്പെട്ടു. ശതാബ്ദി അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്നു. കോച്ചിങ് ഡിപ്പോ കൂടി കണ്ടിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. ഇവിടെ കോച്ചിങ് ഡിപ്പോ റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ കൽബുർഗി വന്ദേ ഭാരതിൻ്റെ മെയിൻ്റനൻസ് ഇങ്ങോട്ട് മാറും. കോച്ചിങ് ഡിപ്പോ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പിറ്റ് ലൈൻ കൂടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു അവർ. ഇതാണ് ഇവരെ കോച്ചിങ് ഡിപ്പോ കോംപ്ലക്സ്. നമ്മൾ ഇത്രയും നേരം ഓടിക്കൊണ്ടിരുന്നതായി നേരെ വിടുന്ന പിറ്റ് ലൈനാവും. സൈഡ് വാക്കൊന്നും ഇല്ലാതെ സാധാരണ പിറ്റ് ലൈനാണ്. അത് ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ട്. പിറ്റ് ലൈനിന്. പിന്നെ ഇപ്പോൾ വന്ദേ ഭാരത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്താണോ കാലതാമസമുള്ളത്. സെക്കൻഡ് പിറ്റ് ലൈൻ വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പണിയൊന്നും കാണാനില്ല. അപ്പോൾ നമുക്കിന്ന് മറ്റേ സൈഡിലേക്ക് പോകാൻ ശതാബ്ദി വരുന്നുണ്ട്. ശതാബ്ദിയും കൂടി കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അതും കൂടി ഉണ്ടാവുള്ളൂ ഇന്ന്. ഇപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ ഗുൽബർഗയിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി സ്പീഡ് പിടിക്കാൻ പോവാണ്. കൊടി കാണിച്ചു. ഇരുട്ടായി തുടങ്ങി. വളരെ പെട്ടെന്നാണല്ലോ ഇപ്പോൾ ഇരുട്ടാവുന്നത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇരുട്ടാവും. എനിക്ക് തോന്നുന്നൊരു 6 മണി ഒക്കെ ആകുമ്പോഴേക്കും നല്ലോണം ഇരുട്ടാവും. കൃത്യം 6 മണിയായി. അപ്പോൾ ഒരു 6:30 വരെ കിട്ടുമായിരിക്കും നമുക്ക് വെളിച്ചം. അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും കൂട്ടിക്കെട്ടേണ്ടി വരും. മിക്കവാറും വാടി വരെ വെളിച്ചം കിട്ടുമായിരിക്കും. അതിനിടയ്ക്ക് നമുക്കൊരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. ഷാഹബാദിലും കൂടെ നമുക്ക് സ്റ്റോപ്പുണ്ട്. സ്പീഡ് പിടിച്ചു. എനിക്ക് തോന്നുന്നു ഈ സ്ട്രെച്ച് കുറച്ചും കൂടി അപ്പർ സ്പീഡ് ലിമിറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സൂര്യനെ കാണാനില്ല. സൂര്യനങ്ങനെ ഡിസപ്പയർ
അടുത്തൊരായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പോക്കുവയിൽ മാത്രമേ ഉള്ളൂ. അതായിരുന്നു പൂനെക്കുള്ള ശതാബ്ദി 39292 ആയിരുന്നു ലോകം. സമയം 6:31. വണ്ടി വാടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ, കച്ചവടക്കാരൊന്നുമില്ല, ആകെ ഒരു സമോസക്കാരൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനിവിടുന്ന് ഫുഡായിട്ട് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഇന്നത്തെ ഡിന്നറാക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ആരും വന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുന്ന ഫുഡ് തന്നെ മേടിക്കേണ്ടി വരും. ഇപ്പോൾ പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി കഴിഞ്ഞു. സമയം 6:33. സ്റ്റാർട്ടർ അഡ്വാൻസൊക്കെ പച്ച മെയിൻലാൻഡ് ഡിപ്പാർച്ചർ. അപ്പോൾ ഇവിടെ സാധാരണ അതിൽ ക്രൂ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയം മിക്കവാറും എടുക്കാൻ സാധ്യതയുണ്ട്. ഫുഡൊന്നും കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഫുഡ് എല്ലാം കിട്ടിയെന്നെങ്കിലും കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 6:36 വാടി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. तो वही तो बोल रहा हूँ, तो ये सब रिपोर्ट मिलेगा तो फोटो भेजेगा, मैं उसको मेंशन करूँगा ये फ्लोर का ये प्लेट है, तो वो जाके डायरेक्ट उसको बोलेगा ये फ्लोर का प्लेट का लगाओ, तो सिर्फ बोलूँगा डायरेक्ट वो बचा हुआ है तो कौन सा फ्लोर पर क्या है वो तो सिर्फ बोलते रह जाएगा. ആറ് 37 ആയതേ ഉള്ളൂ. രാത്രി ആയി കഴിഞ്ഞു. പിന്നെ ഇപ്പം നമുക്ക് സ്റ്റോപ്സ് കാണിക്കാൻ പറഞ്ഞിട്ട് വേറെ ഒരു വഴിയില്ല. ഇനിയിപ്പോൾ നമുക്കൊന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ റായ്ചൂറിന് മുമ്പ് കുറച്ചധികം സ്റ്റോപ്പുണ്ട്. കൃഷ്ണയൊക്കെ സ്റ്റോപ്പുണ്ട്. അപ്പം നിർത്തുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഉറങ്ങുന്നത് വരെ നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ. സെൻട്രൽ റെയിൽവേയിൽ പണ്ട് മുതലേ ഉണ്ട് ഹിന്ദി ഹം വതൻ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറഞ്ഞുള്ളത്. പണ്ടത് ഹിന്ദി ഹം ഹിന്ദുസ്ഥാൻ എന്തോ എന്ന് പറഞ്ഞ് എഴുതിയപ്പോയിരുന്നു. ഒരു ഭയങ്കര ഹിന്ദി പ്രൊമോട്ട് ചെയ്യുന്നൊരു റെയിൽവേ സോണാണ് സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്നത്. ശരിക്കും സെൻട്രൽ റെയിൽവേ പണ്ട് ബോംബെ മുതൽ ഓൾമോസ്റ്റ് ഡൽഹി വരെ ആഗ്രയൊക്കെ സെൻട്രൽ റെയിൽവേയുടെ കീഴിലായിരുന്നു. മധുര വരെ കണ്ട് സെൻട്രൽ റെയിൽവേ ആയിരുന്നു. അത് കട്ട് ചെയ്ത് ഇപ്പോൾ സെൻട്രൽ റെയിൽവേ മഹാരാഷ്ട്രയും ചുറ്റുവട്ടത്തെ മാത്രമായി. അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് യാദ്ഗീർ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. യാദ്ഗീർ സ്റ്റേഷനിലോട്ട് ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പുണ്ട് നമുക്ക്. ഈ വണ്ടിയിൽ ഒരുപാട് അൺറിസർവ്ഡ് കയറുന്നുണ്ട്. ഒരുപാട് പേര് ചാടി കയറുന്നുണ്ട്. അതായത് എ സി കോച്ച് ഇതൊന്നും വ്യത്യാസമൊന്നുമില്ല. എ സി കോച്ചിലാണെങ്കിലും കയറുന്നുണ്ട്. എ സി കോച്ചിൽ കയറിയിട്ട് അവർ ചുമ്മാ ഏതെങ്കിലും സീറ്റ് കയറിയിരിക്കും. ടി ടി ചെക്ക് ചെയ്യുന്നോ ടി ടി അവരെ ഇറക്കി വിടുന്നൊന്നുമില്ല. ടി ടി റാൻഡംലി വല്ല നോക്കുമ്പോൾ ഇവർ ടിക്കറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നു. അല്ലാണ്ട് അപ്ഗ്രഡേഷൻ ചെയ്യുകയോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇവിടെ. ഭയങ്കര അതുകൊണ്ട് തന്നെ തിരക്കൊഴിഞ്ഞ സമയമില്ല. അപ്പോൾ നമ്മളങ്ങനെ യാദ്ഗീർ സ്റ്റേഷനിലെത്തി. സമയം ഇപ്പോൾ 7:14. നമ്മൾ വാടി വിട്ടതിന് ശേഷം നമ്മൾ നൽവാർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയായിരുന്നു. ഞാൻ കവർ ചെയ്തില്ലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ സ്റ്റോപ്പാണ് ഞാൻ അറിഞ്ഞില്ല. കാര്യം ഇരുട്ടായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. വണ്ടി എവിടെ ഒരു സ്ഥലത്ത് നിന്നു, അതിന് വിട്ടു. ഞാൻ ചുമ്മാ ഒന്ന് വേറെ ട്രെയിൻ എടുത്ത് നോക്കിയപ്പോൾ അതൊരു സ്റ്റോപ്പായിരുന്നു മനസ്സിലായി, നൽവാർ. ഇപ്പോൾ നമ്മൾ യാദ്ഗീറിലെത്തി. ഇനി നമുക്ക് കൃഷ്ണ എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്. പിന്നെ കൃഷ്ണ കഴിഞ്ഞ് കഴിഞ്ഞാൽ റായ്ചൂർ, അങ്ങനെയാണ്. ഇപ്പോൾ ഫുഡ് റായ്ചൂരിൽ കിട്ടുള്ളൂ. വാടിയിൽ നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റായ്ചൂർ വരെ വെയിറ്റ് ചെയ്യണം. ഓൺബോർഡ് കാറ്ററിംഗ് സ്റ്റാഫ് ഓർഡർ എടുക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ വാടി ഫുഡ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഓൺബോർഡ് കാറ്ററിംഗ് ഓർഡർ ചെയ്തില്ലായിരുന്നു. ഇനി ഓൺബോർഡ് കാര്യം വരികയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ പിന്നെ റായ്ചൂർ എത്തിയിരുന്നെങ്കിലും മേടിക്കാം. എന്തെങ്കിലും കാര്യമായിട്ട് വിശക്കൊന്നുമില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിടന്ന് ഉറങ്ങും ഞാൻ. ഇവിടുന്ന് കാണുന്ന സിഗ്നൽ റെഡാണ്, പക്ഷേ ഹോൺ അടിക്കുകയും പച്ച ഫ്ലാഷർ അടിക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം തോന്നും നമ്മുടെ സ്റ്റാർട്ടർ സിഗ്നൽ. ആ കണ്ട സിഗ്നൽ പ്രോബബ്ലി അടുത്തുള്ള ലൈൻ്റെ ആണ്. കാര്യം നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പോൾ വേറെ എവിടെയാണ്. അവൻ ലോക്കോ പൈലറ്റ് അവിടുന്നത് പച്ച ഫ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ റെഡ് സ്റ്റാർട്ടറിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇതായിരുന്നു യാദ്ഗീർ. ഇനി അടുത്ത സ്റ്റേഷൻ സ്ഥലപ്പേരേയും മറന്നു. ഇടയ്ക്കൊരു സ്റ്റേഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ടാണ് കൃഷ്ണ എത്തുന്നത്. കൃഷ്ണ നമ്മൾ നിർത്തും. കാരണം കൃഷ്ണ വാട്ടറിങ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ടാകുന്നത് മോസ്റ്റ്ലി റായ്ചൂർ ആയിരിക്കും. ഇപ്പോൾ ഇത് ആംബർ കത്തുന്നു.
അപ്പുറത്ത് പച്ച. ഇത് റിപ്പീറ്റർ സിഗ്നലാണ്. ഇതൊരു റിപ്പീറ്റർ സിഗ്നലായിരുന്നു. അപ്പുറത്ത് പച്ചയുണ്ട്. പണ്ട് രായച്ചൂരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു വെണ്ടർ വന്നു. ലെമൺ റൈസ് ആണെന്നാണ് പറഞ്ഞത്. ലെമൺ റൈസ് ഒക്കെ എന്തെങ്കിലും കഴിച്ചേക്കാം. ചെറുതായിട്ട് വിശക്കുന്നുണ്ടെന്ന് സംശയം തോന്നുന്നു. ലെമൺ റൈസും ഉണ്ട്, പിക്കിളും ഉണ്ട്. ഇത് കൃഷ്ണ സ്റ്റേഷനാണ്. നമ്മൾ വെള്ളം നിറയ്ക്കാൻ നിർത്തിയിരിക്കുക. പ്ലാറ്റ്ഫോമിൽ ഇതാണ് വെളിച്ചം. ഇത് മൊബൈൽ ഫോണിൻ്റെ അടുത്താണ്. കാര്യം എൻ്റെ മറ്റേ ക്യാമറയിൽ ഇത്രയും പോലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ആക്ഷൻ ക്യാമറയിൽ ഒട്ടും കിട്ടില്ല. മൊബൈൽ ഫോണിൽ എടുത്ത വിഷ്വൽസാണിത്. തീരെ വെളിച്ചമില്ല. നമ്മുടെ കോച്ചിൻ്റെ ഒക്കെ ഡോറിൽ നിന്ന് വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ ഇവിടെ. കൃഷ്ണ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇങ്ങനെ അല്ലാണ്ട് ഇത് പിടിക്കാൻ പറ്റില്ല. കാരണം പ്ലാറ്റ്ഫോമിൽ ഫുള്ള് ഇരുട്ടാണ്. കണ്ടോ? ഈ ചെറിയ LED വെളിച്ചത്തിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ നമുക്ക്. ചെറിയ LED ബൾബുകൾ, അതും ഓൾട്ടർനേറ്റീവാണ് കത്തുന്നത്. അതായത് ആൾക്കാർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണ്ടോ എന്ന് തീരുമാനിച്ച പോലെ ഉണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ നമ്മളങ്ങനെ കൃഷ്ണ ജംഗ്ഷനിൽ നിന്ന് വിട്ടു. ഇനി നമുക്ക് റായ്ചൂരിലാണ് സ്റ്റോപ്പുള്ളത്. റായ്ചൂർ എന്തായാലും ഞാൻ കാണിക്കും. അത് കഴിഞ്ഞ് ഞാൻ കിടക്കുള്ളൂ. നമ്മളങ്ങനെ റായ്ചൂർ ജംഗ്ഷനിലോട്ട് കയറുന്നു. ഇന്ന് ഞാൻ ക്യാപ്ചർ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേഷൻ ആയിരിക്കും ഇത്. ഈ സ്റ്റേഷന് വലിയ വ്യത്യാസം തോന്നുന്നില്ല. പണ്ടത്തെ പോലെ തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പണ്ട് ഒരു വലിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ റായ്ചൂരിൽ നിന്ന് പുറപ്പെടാൻ റെഡിയായെന്ന് പറഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. പുറപ്പെടുകയും ചെയ്തു. വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. വെളിച്ചം കാണുന്നില്ലാണ്ട് വണ്ടി വന്നില്ല ഇതുവരെ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വെളിച്ചം കാണാനുണ്ട്. പക്ഷെ വണ്ടി ഇത്ര നേരം ഉള്ളിൽ എത്തിയിട്ടില്ല. അത് ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നുണ്ട് വന്ദേ ഭാരത്. അപ്പോൾ അങ്ങനെ നമ്മൾ റായ്ചൂരിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റിനടുത്ത് ലേറ്റാണ്. സമയം ഇപ്പോൾ 8:35. ഇവിടുന്ന് ഒരു മെയിൻ ലൈൻ തന്നെയാണ് ഡിപ്പാർച്ചർ. കാര്യം നമ്മൾ വേഗം വിട്ടെടുത്തു. ബാംഗ്ലൂർ SMBT കൽബുർഗി വന്ദേ ഭാരതാണ്. വണ്ടി ഏറെക്കുറെ കാലിയാണ്. 8 കാർ വന്ദേ ഭാരതായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വിഷ്വൽസ് ഇവിടെ തീരുകയാണ്. ഞാൻ നേരെ ബർത്തിലോട്ട് പോവാണ്. ബാക്കി നമുക്ക് നാളെ ബാംഗ്ലൂരിലേക്ക് കാണാം. അപ്പോൾ ഫോക്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ യലഹങ്ക സ്റ്റേഷനിൽ ജസ്റ്റ് പുറപ്പെടുന്നു. സമയം 4:40. ഞാനൊരു
4:35 ഉണർന്നത്. ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ വേറെസ്മേ ട്രെയിനൊക്കെ നോക്കി. വേറെ അപ്പർ ബർത്തായിരുന്നു. അപ്പർ ബർത്തായിരുന്നു, നമുക്ക് കാണാൻ വഴിയില്ല രാത്രി സ്റ്റേഷനിൽ. വേറെസ്മേ ട്രെയിനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ വണ്ടി യലഹങ്കയിലാണ്. വണ്ടി ഓൾറെഡി കുറേ നേരം കിടക്കുമായിരുന്നു മനസ്സിലായി. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് പുറത്തോട്ട് നിന്നു. ബാംഗ്ലൂർ അതിൻ്റെ നല്ല അടിപൊളി തണുപ്പുണ്ട്. നല്ല സൂപ്പർ ചില്ലിങ് ക്ലൈമറ്റാണ് പുറത്തും. ആക്ച്വലി 4:40 യലഹങ്ക വിടുന്ന ട്രെയിന് ഇവിടുന്ന് കഷ്ടി ഒരു 30 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ബാംഗ്ലൂർ സിറ്റിയിലോട്ട്. അവിടെ തന്നെ 6 മണിയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിനിപ്പോൾ ചറപറന്ന് അവിടെയൊക്കെ പിടിച്ചിട്ട് അവർ 6 മണിക്ക് സിറ്റി സ്റ്റേഷനിൽ കൊണ്ട് കയറ്റുള്ളൂ. ചന്നസന്ദ്ര സ്റ്റേഷനിലാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ചന്നസന്ദ്ര സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ട് വണ്ടി. ഇവിടെ ആണെങ്കിൽ പ്ലാറ്റ്ഫോം പോലുള്ള ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് പുതിയ പ്ലാറ്റ്ഫോം പണിതുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കയറിയതാണ് ചന്നസന്ദ്ര ബയ്യപ്പനഹള്ളിയിലേക്കുള്ള ലിങ്ക് ലൈനാണ്. ഈ ലിങ്ക് ലൈൻ ഞാൻ പകൽ വെളിച്ചത്ത് കാണിച്ചിട്ട് പല പ്രാവശ്യം. യാത്ര ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറി. നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തണം. പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡാണ്, ആൾക്കാർ ഇറങ്ങാനുണ്ട്. നമ്മളുടെ ചന്നസാന്ദ്രയിലൊക്കെ കുറച്ച് നേരം പിടിച്ചിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ലേറ്റായി. യലഹങ്ക നമ്മൾ പെർഫെക്റ്റ്ലി ഓൺ ടൈം എടുത്തായിരുന്നു. 5:18. ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങിട്ടോ ഇവിടെ ഈസ്റ്റിൽ. പുറപ്പെടുകയായി. ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോം വർക്ക് നടക്കുകയാണ്. തേർഡ് ഫോർത്ത് ലൈൻ ക്വാർട്ടർ പ്ലിങ് വർക്കിന് വേണ്ടി. ഈ പ്ലാറ്റ്ഫോമിൻ്റെ വീതി കുറയെന്ന് തോന്നുന്നു എനിക്കിനി.
നമ്മളിപ്പോൾ ജസ്റ്റ് ബാംഗ്ലൂർ കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇവിടെ ഈ ട്രെയിൻ ഇപ്പോൾ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഇതുവഴി പോകുന്ന എല്ലാ വണ്ടികൾക്കും കൂടെ സ്റ്റോപ്പ് എടുത്തു കളഞ്ഞായിരുന്നു. പ്ലാറ്റ്ഫോം വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പം NTSL വണ്ടിക്കൂടെ സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന ടെർമിനൽ പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മൾ മറ്റേ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സ്പെഷ്യലിൽ വന്നപ്പോഴും അത് കഴിഞ്ഞ് കോയമ്പത്തൂർ ബാംഗ്ലൂർ വന്ദേ ഭാരത്തിന് വന്നപ്പോഴും ഈ പ്ലാറ്റ്ഫോമുകളിലായിരുന്നു വന്നു നിന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ബാംഗ്ലൂർ കൻറ്റോൺമെൻറ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിരിക്കുകയാണ്. SWR ആദ്യമായിട്ട് ഞാൻ 8 കാർ മെമ്മോ പറഞ്ഞത്. എനിക്കൊന്നിപ്പോൾ കോലാർ റൂട്ട് മെമ്മോ ഒക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയായിരിക്കും. ഇതാണ് കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ടെർമിനൽ പ്ലാറ്റ്ഫോംസ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സ്റ്റേഷൻ ബിൽഡിങ്ങിനൊക്കെ പണി നടക്കുന്നത്. പകൽ വെളിച്ചത്തിലായിരുന്നു കുറച്ചും കൂടി നന്നായിരുന്നു. അത് നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെയായിരുന്നു പണ്ട് മറ്റേ വലിയ ആർച്ച് റൂഫ് ഉണ്ടായിരുന്നത്. അതൊക്കെ പൊളിച്ചു കളഞ്ഞു വരും. ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് നമുക്കും ഇറങ്ങിയിട്ട് കയറാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു. നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷനിലോട്ട് കയറുന്നു. തുഗ്ലക്കാബാദിൻ്റെ 30443 ഇത് ലാൽബാഗ് എക്സ്പ്രസ് ആണ്. നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3 കയറുകയാണ്. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് 12677 എറണാകുളം ഇൻ്റർസിറ്റി പുറപ്പെടാൻ കാത്തിരിക്കിട്ട് 6:10 പോവാം. ഇപ്പോൾ സമയം 5:41. 22924 EDDXന് ലോക്കാണ്. ഉദ്യാനം വന്ന ഇൻ്റർസിറ്റി കിട്ടും, കിട്ടാണ്ടിരിക്കാം. കേട്ടോ, കിട്ടാം. നല്ല ലക്കുള്ള ദിവസമാണ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മിസ്സാവും. അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് പോകാൻ ഇതിനല്ല ടിക്കറ്റ്. നാട്ടിലോട്ട് പോകാൻ നമുക്ക് ഇനി കോയമ്പത്തൂർ വന്ദേ ഭാരതിന് ടിക്കറ്റ് ഉച്ചയ്ക്ക്. കാര്യം ഇന്ന് ബസ്സും ട്രെയിനും എല്ലാം ഫുള്ളാണല്ലോ. അതർവൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ 5:43 KSR ബംഗളൂരു സ്റ്റേഷനിലെത്തി. ഇന്നലെ രാവിലെ 8:10 മുംബൈ CSMT ആരംഭിച്ച് ഇന്ന് രാവിലെ 5:43 KSR ബംഗളൂരു സ്റ്റേഷനിലെത്തി. 22 മണിക്കൂർ തികച്ചെടുത്തിട്ടില്ല. 21.25 മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയുമാണ് ഈ ട്രെയിൻ മുംബൈയിൽ നിന്നും ബാംഗ്ലൂർ വരെ എടുത്ത സമയം. ആക്ച്വലി മുംബൈയിൽ നിന്നും ബാംഗ്ലൂർ വരെ ഉള്ള ഏക ഡെഡിക്കേറ്റഡ് ട്രെയിനാണ്. ഉള്ള ട്രെയിനുകളിലും വെച്ച് ഫാസ്റ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇതിപ്പോൾ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോന് അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ ക്ലോസ് ചെയ്യണം. നമുക്കിനി പുറത്തോട്ടിറങ്ങാം. ഇനി ഉച്ചയ്ക്ക് ഞാനിവിടുന്ന് കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് തിരിച്ചു പോകുന്നത്. കാരണം നമുക്ക് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കേരളത്തിലോട്ടുള്ള ട്രെയിനുകളൊക്കെ ഹെവി വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ബസ്സുകളും ഫുള്ളായിരുന്നു. പിന്നെ ആകെ ടിക്കറ്റ് ഉണ്ടായിരുന്നു കോയമ്പത്തൂർ ഡബിൾ ഡെക്കറിനും അത് ഇഷ്ടംപോലെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കോയമ്പത്തൂർ വന്ദേ ഭാരത്. നമ്മൾ കോയമ്പത്തൂർ ഡബിൾ ഡെക്കർ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട്
എന്നാൽ പിന്നെ കോയമ്പത്തൂർ വന്ദേ ഭാരത് എടുത്തേക്കാന്ന് വെച്ചു. വന്ദേ ഭാരത് നമ്മൾ ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ കമൻസ്, ഫീഡ്ബാക്ക്, സജഷൻസ് ഒക്കെ രേഖപ്പെടുത്തുക. ഇപ്പോൾ തന്നെ എറണാകുളം ഇൻ്റർസിറ്റി തന്നെ മാടി വിളിക്കുന്നു. പക്ഷേ നമുക്ക് വന്ദേ ഭാരതിന് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ, അടിപൊളി വീഡിയോയിൽ കാണാം. So this is Vinay Shankar signing off from Platform 7. See you again in the next video. Until then, bye-bye.